എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPFിലേക്ക് വിളിക്കുന്ന കോൺസ്റ്റബിൾ ടെക്നിക്കൽ ട്രേഡ്സ്മാൻ പയണിയർ നോട്ടിഫിക്കേഷൻ നാളെ മുതൽ ആപ്ലിക്കേഷൻ തുടങ്ങാൻ പോവാണ്. അതായത് തലേ ദിവസം തന്നെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കുന്നുണ്ട്. അപ്പോൾ നാളെ പ്രത്യേകിച്ച് വീണ്ടും നോട്ടിഫിക്കേഷൻ എത്തിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വീഡിയോ ഈ ഒരു ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ 20 ഏപ്രിൽ മുതൽ 19 മെയ് വരെ നിങ്ങൾക്ക് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, അതും നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന CRPFിലേക്കുള്ള കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നോക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക. പെൺകുട്ടികൾക്കും ഇതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം, ബോയ്സിനും ഗേൾസിനും ഒരുപോലെ അപേക്ഷ അയക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ്. ഇതിലേക്ക് ആദ്യം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. ഫിസിക്കൽ ടെസ്റ്റ്, അതിനുശേഷം ഫിസിക്കൽ മെഷർമെൻറ്റ് ഉണ്ടായിരിക്കും, പിന്നെ കമ്പ്യൂട്ടർ എക്സാം ഉണ്ടായിരിക്കും, ട്രേഡ് ടെസ്റ്റ് വരുന്നുണ്ട്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാം. ഇത്രയും സെലക്ഷൻ നിങ്ങൾ ക്ലിയർ ആവണം. സാലറി പാക്കേജ് 21,700 രൂപയാണ് നിങ്ങൾക്ക് ബേസിക് പേ. കയ്യിൽ കിട്ടുമ്പോൾ അത്യാവശ്യം എമൗണ്ട് കിട്ടും. 69,100 വരെ നിങ്ങൾക്ക് സാലറി കൂടാനും ചാൻസ് ഉള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ കോൺസ്റ്റബിൾ ടെക്നിക്കലും ട്രേഡ്സ്മാനും ടോട്ടൽ വേക്കൻസി 9,175 വേക്കൻസികളാണ്. അതിൽ ബോയ്സിന് ആൺകുട്ടികൾക്ക് മാത്രം 9,096, പെൺകുട്ടികൾക്ക് 79 വേക്കൻസി നിലവിൽ വന്നിട്ടുണ്ട്. ഇത് ഓൾ ഇന്ത്യ വേക്കൻസിയാണ്. ഓക്കെ, കേരളത്തിൻ്റെ സെപ്പറേറ്റ് വേക്കൻസികൾ ഇവിടെ കാണാം. കേരളത്തിൽ ബോയ്സിന് മാത്രം ടോട്ടൽ 304 വേക്കൻസി കേരളത്തിൽ ബോയ്സിന് വന്നിട്ടുണ്ട്. ഓക്കെ, ഏതാണ്? ടെക്നിക്കൽ ട്രേഡ്സ്മാൻ കോൺസ്റ്റബിൾ. ഇനി ഗേൾസിന് വന്ന വേക്കൻസി ടോട്ടൽ 2 വേക്കൻസി മാത്രമാണ് ഗേൾസിന് വന്നിട്ടുള്ളൂ. ഇവിടെ കാണാം, കേരളത്തിൽ 2 വേക്കൻസി കേരളത്തിന് വന്നിട്ടുണ്ട്. വേക്കൻസി കുറവാണ് ഗേൾസിന്. അപ്പോൾ ഗേൾസിന് ടോട്ടൽ 79 വേക്കൻസിയാണ് ഓൾ ഇന്ത്യ, അതിൽ 2 വേക്കൻസി. ബോയ്സിന് 9,096 വേക്കൻസിയിൽ നിന്ന് 304 വേക്കൻസിയാണ് കേരളത്തിൽ ബോയ്സിന് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി കോൺസ്റ്റബിൾ പയണിയർ വിങ്ങിലേക്ക് ടോട്ടൽ വേക്കൻസി 20 വേക്കൻസിയാണ്. അത് ഓൾ ഇന്ത്യ ബേസിസാണ്. മെയ്സണിലേക്ക് 13, ഇലക്ട്രീഷ്യനിലേക്ക് 7 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 20 വേക്കൻസി. അത് ഓൾ ഇന്ത്യ വേക്കൻസിയാണ് കേട്ടോ. കേരളത്തിൽ സെപ്പറേറ്റ് വേക്കൻസി വന്നിട്ടില്ല. ഇനി ഏജ് ലിമിറ്റ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് 21 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് പറയുന്നത്. അതായത് 2/1/1999 1/1/2005 ഇടയിൽ ജനിച്ച എല്ലാവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന പോസ്റ്റാണ് കോൺസ്റ്റബിൾ ഡ്രൈവർ. ഇപ്പോൾ ഡ്രൈവർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. 21-27 ഏജ് ലിമിറ്റ്. ബാക്കി വരുന്ന കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്ക് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ് പറയുന്നത്. 2/1/2003 1/1/2008 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ ഏജ് ജനറൽ കാറ്റഗറിക്കാരുടെയാണ്. ഇനി നിങ്ങൾ SC/ST ആണെങ്കിൽ ഈ പറഞ്ഞ വയസ്സിൽ നിന്ന് 5 വർഷവും OBC ആണെങ്കിൽ 3 വർഷം ഇളവ് കിട്ടുന്നുണ്ട് കേട്ടോ. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഫീസ് വരുന്നുണ്ട് 100 രൂപ ഫീസ്. ബോയ്സിന് ഫീസ് വരുന്നുണ്ട്. ജനറൽ, EWS, OBC ബോയ്സിന് ഫീസ് വരുന്നുണ്ട്. SC/ST ബോയ്സിന് ഫീസില്ല. അതുപോലെ പെൺകുട്ടികൾക്കും ഫീസ് വരുന്നില്ല. ഇനി ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഡ്രൈവർ പോസ്റ്റിന് 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഹെവി ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ്. അടുത്ത പോസ്റ്റ് മെക്കാനിക് മോട്ടോർ വെഹിക്കിളാണ്. 10ാം ക്ലാസ്സിൻ്റെ കൂടെ 2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കാം. 1 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം. അതല്ലെങ്കിൽ നാഷണൽ ഓർ സ്റ്റേറ്റ് അപ്രന്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡിൽ 3 വർഷത്തെ ഡ്യൂറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും, അതായത് അപ്രന്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ബാക്കി വരുന്ന എല്ലാ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് 10ാം ക്ലാസ് മതി. പിന്നെ ഒരു ട്രേഡിൻ്റെ ഒരു നോളജും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. പിന്നെ പയണിയർ വിങ് മെയ്സൺ ഇലക്ട്രീഷ്യനിലേക്ക് 10ാം ക്ലാസ്സിൻ്റെ കൂടെ 1 ഇയർ എക്സ്പീരിയൻസ്, മെയ്സണറി ഓർ ഇലക്ട്രീഷ്യനിൽ 1 ഇയർ എക്സ്പീരിയൻസ് വേണം. ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ വീണ്ടും പറയുകയാണ്, ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് നാളെയാണ്. 20 ഏപ്രിൽ മുതൽ 19 മെയ് വരെ അപേക്ഷ കൊടുക്കാൻ പറ്റും. കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട്. ഒറ്റ സെൻറ്ററേ ഉള്ളൂ. എല്ലാവരും, എല്ലാ ജില്ലക്കാരും ഗ്രൂപ്പ് സെൻറ്റർ CRPF പള്ളിപ്പുറം തിരുവനന്തപുരത്ത് പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ കാസർഗോഡ് ഉള്ളവരാണെങ്കിൽ പോലും നിങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് അറ്റൻഡ് ചെയ്യണം. എന്നാലും കുഴപ്പമില്ല, കാരണം കേരളത്തിൽ സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നുണ്ട്, സെലക്ഷൻ സെൻറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിൽ ടെക്നിക്കൽ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക് 5 കിലോമീറ്റർ ഓട്ടം 24 മിനിറ്റ് കൊണ്ട് ആൺകുട്ടികളും 1.6 കിലോമീറ്റർ ഓട്ടം 8.30 മിനിറ്റിൽ പെൺകുട്ടികൾ ഓടിക്കയറണം.
ഇത് ടെക്നിക്കൽ ട്രേഡ്സ്മാനിൽ ഡ്രൈവർ, മോട്ടോർ മെക്കാനിക് വെഹിക്കിൾ, ഗാർഡനർ, പെയിൻറ്റർ, കാർപ്പൻറ്റർ, ബ്രാസ് ബാൻഡ്, പൈപ്പ് ബാൻഡ്, പിന്നെ കോബ്ലർ, ടെയിലർ, ബഗ്ലർ, ഇത്രയും പോസ്റ്റിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റാണ്. ഇനി കോൺസ്റ്റബിൾ ടെക്നിക്കൽ ട്രേഡ്സ്മാനിൽ തന്നെ കുക്ക്, വാട്ടർ കരിയർ, ബാർബർ, ഹെയർ ഡ്രസ്സർ, വാഷർമാൻ, വാഷർ വുമൺ, സഫായി കർമ്മചാരി, ഇത്രയും പോസ്റ്റിലേക്ക് 1.6 കിലോമീറ്റർ റണ്ണിങ് 10 മിനിറ്റ് കൊണ്ട് ആൺകുട്ടികളും 1.6 കിലോമീറ്റർ 12 മിനിറ്റ് കൊണ്ട് പെൺകുട്ടികളും ഓടിക്കയറണം. ബാക്കി വരുന്ന പയണിയർ വിങ്ങിലേക്ക് മെയ്സൺ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് 1.6 കിലോമീറ്റർ 9 മിനിറ്റ് കൊണ്ട് ബോയ്സ് ഓടിക്കേറിയാൽ ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾ ക്ലിയറായി. അതിനുശേഷം പിന്നെ മെഷർമെൻറ്റ് ടെസ്റ്റാണ്. ബോയ്സിന് 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം, ഗേൾസിന് 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം മിനിമം. പിന്നെ 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. വെയിറ്റ് ഹൈറ്റിനും ഏജിനും അനുസരിച്ച, പ്രായത്തിനും ഹൈറ്റിനും അനുസരിച്ച വെയിറ്റും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവണം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിനാണ്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കിന്. ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കിനും. എലമെൻ്ററി മാത്തമാറ്റിക്സ് 25 ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഓപ്ഷണലാണ്, ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കിന്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിന്. 2 മണിക്കൂറാണ് എക്സാമിന് ടൈം കിട്ടുന്നത്. മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല, ഇംഗ്ലീഷോ ഹിന്ദിയോ ആണ്. 0.25 നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. അതായത് 4 റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് നിങ്ങളുടെ നെഗറ്റീവായിട്ട് പോകും. അപ്പോൾ ഈ ഒരു എക്സാമിന് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക, അവിടെ കിട്ടും കേട്ടോ. ഈ ഒരു സിലബസ് വൈസ് ഉള്ള ബുക്കാണ്. അത്യാവശ്യം നല്ലൊരു ബുക്ക് തന്നെയാണ്, നല്ല മൂവിംഗ് ഉള്ള ബുക്കാണ്. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്ത് ഇപ്പോഴേ പഠിക്കാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് ടെസ്റ്റ് വരുന്നുണ്ട്. 50 മാർക്കിൻ്റെ ടെസ്റ്റാണ്. 20 മാർക്കെങ്കിലും നിങ്ങൾക്ക് ട്രേഡ് ടെസ്റ്റിൽ വേണം. അതായത് അതാത് ട്രേഡിൻ്റെ അതിനെക്കുറിച്ചുള്ളൊരു ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാം കഴിഞ്ഞാൽ നടത്തുന്നത്. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പരിശോധിക്കുന്നൊരു സ്റ്റേജ് ഉണ്ട്. എന്നിട്ട് നിങ്ങളുടെ മെഡിക്കൽ എക്സാം വരുന്നുണ്ട്. ഇങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത്. അതിനുശേഷമാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതാണ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് വരുന്നത്. നാളെ ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ വഴി തന്നെ ആപ്ലിക്കേഷൻ എങ്ങനെ നിങ്ങളുടെ മൊബൈൽ വഴി കൊടുക്കാമെന്നതിനെ പറ്റിയൊരു വീഡിയോ വരുന്നുണ്ട്. അതുപോലെ അപേക്ഷ സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നാളെ കാണാം. നാളെ എത്തിക്കുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് എത്തിക്കാനുണ്ട്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പെട്ടെന്ന് അയച്ചു കൊടുക്കുക. ഒരുപക്ഷെ നിങ്ങൾ കാരണം മറ്റൊരാൾക്കും ഈ ഒരു ഇൻഫർമേഷൻ അറിയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.